അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ആരും കഴിക്കാത്ത വീടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അരിയിട്ട് പുതിയ ചോറ് വെച്ച് പകുതി വേവാകുമ്പോൾ തലേ ദിവസത്തെ ചോറ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ കൂടെ ഇടുക. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഒപ്പം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല പുതിയ ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഫ്രഷ് ചോറായിരിക്കും. പഴയ ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ട്രിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ മീൻ കറിക്ക് അധികം എരിവില്ലാത്തൊരു മീൻ കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെരുവ് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് വേറെയാണ്. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞളുടെ കളറ് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ആർട്ടിഫിഷ്യൽ കളർ ചേർത്തിട്ടുണ്ടാവും. എന്നാലും നമ്മൾ അതൊന്നും നോക്കാതെ കടയിൽ നിന്ന് വാങ്ങിക്കും. ഇത് വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പൊടിപ്പിച്ചത് കുറച്ച് തന്നതാണ്. അപ്പോൾ ഞാൻ 2 മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് ശരിക്കും കളർ പൊടി ചേർത്ത പോലെയുണ്ട്. ഈ സ്പൂണിൽ കാണുന്നതാണ് കേട്ടോ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി. അപ്പോൾ 2 മഞ്ഞൾപ്പൊടിയുടെ വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മീൻ അരച്ചെടുക്കാൻ പോകുന്ന ഒരു സിമ്പിൾ മീൻ കറിയാണ് കേട്ടോ. അധികം എരിവില്ലാതെ മഞ്ഞ കളർ മീൻ കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിലേക്ക് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം ഇട്ടിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അതെല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു ചട്ടിയിലേക്ക് മാങ്ങ, പച്ചമുളക്, ഇഞ്ചി ചതച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കാനുള്ള കാരണം അതിൻ്റെ ഒരു പാനിലിട്ടാണ് കേട്ടോ നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കുമ്പോൾ വോൾട്ടേജ് കുറവാണെങ്കിൽ ഇതേപോലെ കാണിക്കും. വോൾട്ടേജ് ഉള്ള സമയത്ത് നന്നായിട്ട് ചൂട് പിടിക്കും കേട്ടോ. അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു തന്നെ ചെറിയ സ്റ്റീലിൻ്റെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഗ്യാസിനൊക്കെ ഷോർട്ടേജ് കാരണം പരമാവധി ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയ കോട്ടിംഗ് ഉണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കണം. അപ്പോൾ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ ചാളയാണ് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ച് മീനൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളി മൂപ്പിച്ചിടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി ഉലുവ പൊട്ടി ചുവന്നുള്ളി വേപ്പിലൊക്കെ വറുത്ത് കോരിയിലേക്ക് ഇടാണ്. നമുക്ക് ഇച്ചിരി കളറിനും എരിവും വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേപോലത്തെ മഞ്ഞ മീൻ കറിയാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാനുള്ള. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം.